വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. നമ്മുടെ എൽഡൻ ജോബിന് പോയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം തിരക്കണം. അപ്പം ഞാൻ പെട്ടെന്നൊരു എല്ലാത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നതാട്ടോ, ചോറും കറിയുടെയും ഒക്കെ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ എൽഡിന് രാവിലെ കറി കൊടുക്കുമ്പോൾ എൽഡിന് എല്ലാ ദിവസവും മുട്ട വേണം കേട്ടോ. അപ്പോൾ കാരണം 2 മുട്ട ഞാൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതിന് കൂടെ മുട്ടയും കൂടെ എല്ലാ ദിവസവും മുട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ എൽഡിന്. അതുപോലെ നമ്മൾ സേങ്കൊണ്ടും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൂടുവെള്ളം എള്ളിന് കുളിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എള്ളിന് ന്യൂമോണിയ ഒരു പ്രാവശ്യം വന്നായിരുന്നു. അപ്പോൾ അത് കാരണം തണുപ്പൊട്ടും എള്ളിന് പറ്റില്ല കേട്ടോ. പിന്നെ ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾ ഇതായിട്ട് പറയരുത്, ഇത് എത്രയോ വർഷം പഴക്കമുള്ള പാത്രമാണ്. ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ പാത്രത്തിനെ പറ്റി ഇത് മാറ്റണ്ടേ എന്ന് പറയുമ്പോൾ അമ്മ പറയും കുറേ പഴക്കമുള്ള പാത്രമാണ്. പിന്നെ അടുപ്പത്ത് വെക്കുന്ന കാരണം തന്നെ ഈ പാത്രമൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ വെള്ളം തിളപ്പിക്കാൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ എള്ളിന് രാവിലെ തന്നെ ഇഡ്ഡലിയും പഞ്ചസാര ആട്ടോ കൊടുത്തത്. ഞാൻ ആദ്യം ഇത് ഉള്ളി കൊണ്ടൊരു ഇത് വെച്ചതായിരുന്നു. അപ്പോൾ ഉള്ളി ഇച്ചിരി ചീഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് എള്ളും പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എള്ളിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി എള്ളിനെ പറഞ്ഞു വിടാണ്. ഇതിൻ്റെ കൂടെ എള്ളിന് ചായയും കൂടെ കൊണ്ടുപോകും കേട്ടോ, കട്ടൻ ചായയും കൂടെ ഫ്ലാസ്കിൽ കൊണ്ടുപോകും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഷോപ്പൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ചായ കുടിക്കാനോ പിന്നെ അവിടെ സൗകര്യം ഇല്ല, ചായ ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എൽഡനെ പറഞ്ഞു വിട്ടു. ഇനി നമ്മുടെ പുത്രനെയും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൽഡിനെ പറഞ്ഞു വിട്ടു കേട്ടോ. എൽഡിന് 7:15 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് വരികയാണ്. ഉറക്കം ശരിയാവുന്നില്ല കേട്ടോ, അതാണ് എനിക്ക് മെയിനായിട്ട് പ്രശ്നം. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് മേളിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഫാൻ ഓഫ് ചെയ്യാമെന്ന് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ചെള്ള് കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി താഴെയൊക്കെ കിടപ്പുണ്ട്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി കൂടും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ചെയ്യാൻ വരുമ്പോഴേക്കും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മളിത് തൂത്താലും പിന്നെ ഇങ്ങനെ ഒന്ന് വീണുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുറേ തവണ തൂക്കണ്ടേ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ചെയ്യാൻ വരുമ്പോഴേക്കും തൂത്തിടാം. അതിന് മുമ്പായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. തുണി കഴുകാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പുത്രൻ നല്ല ഉറക്കം കേട്ടോ. എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവനെ എഴുന്നേറ്റൊന്നുമില്ല കേട്ടോ, നല്ല ഉറക്കത്തില്ല. കാരണം മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സേങ്കോട്ടൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലാട്ടോ കൊടുക്കുന്നത്. പ്ലേറ്റല്ല, ആക്ച്വലി ലഞ്ച് ബോക്സിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ. അവന് ആവശ്യമുള്ള ഫുഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ പാത്രങ്ങൾ ആവശ്യം പോലെ കിടക്കുന്നത്. ഒരു ഇച്ചിരി പണി ചെയ്തതിൻ്റെ ഇച്ചിരി നല്ല പണി ചെയ്തു കേട്ടോ. അതിൻ്റെയൊക്കെയാണ് പാത്രം കഴുകാനൊക്കെ കിടപ്പുണ്ട്. അതേപോലെ ഇത് കണ്ടോ, സോഫയിലൊക്കെ വന്നിങ്ങനെ ചെള്ളി വീണ് കിടക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫയായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ഫ്രണ്ടിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫയുടെ നമ്മൾ ഇരുന്ന് പോകും, അങ്ങോട്ട് കുഴിഞ്ഞിരുന്ന് പോകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ആ സോഫ മാറ്റി ഇപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ. ഫുൾ സോഫയാണ്, നമ്മുടെ ഈ ഫ്രണ്ട് റൂം ഫുൾ സോഫയുടെ കളികളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കവറും കൂടെ ഞാൻ മേടിച്ചിട്ടായിരുന്നു കേട്ടോ. എന്തോ 1000 ബിലോ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിലിം കാണാനായിട്ട് ഞാൻ ഇരുന്നു. തമന്നയുടെ ഒരു ഫിലിമാണ് കേട്ടോ, ഹോട്ട്സ്റ്റാറിൽ. കുറച്ച് നേരം അങ്ങനെ സമയം പോകുമല്ലോ, നമുക്കൊരാശ്വാസം. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതെല്ലാം ബെഡെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒന്ന് റെഡിയാക്കണം. തുണി വാഷ് ചെയ്യാനിടാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ 3 പേരുടെ തുണി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങുന്നുമില്ല തുണി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 3 അഴയാണ് ഉള്ളത്. ആ 3 അഴയിൽ ഇത്രയും വേറെ തുണി അലക്കി ഉണക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സിയാൻ്റെ നമ്മുടെ ക്ലോത്ത് പേപ്പർ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ തന്നെ രാത്രി തന്നെ കഴുകിയിടാനായിട്ട് മാക്സിമം നോക്കൂട്ടോ. പക്ഷേ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആവും കേട്ടോ. ഉറങ്ങാനായിട്ടൊക്കെ ലേറ്റായി കഴിയുമ്പോഴേക്കും വാഷ് ചെയ്യാനിട്ട് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനതിൻ്റെ കാര്യം മറന്നു കേട്ടോ. അതേ ഒരുപാട് തുണികൾ ഇങ്ങനെ 2 ദിവസം കൂടുമ്പോഴേക്കും മുഴുവനായിട്ടൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ. കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത് തുണിക്കകത്ത്. പിന്നെ ഞാൻ വിചാരിക്കാം അതെടുത്ത് എങ്ങനെയെങ്കിലും, കാരണം വേറെ ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ എല്ലാവരുടെയും തുണി ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്.
തുണികളാണ്, അലക്കാൻ തന്നെ ഒരു കിണ്ണം തുണികളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതായത് നമ്മുടെ സിയാൻകുട്ടി ഇങ്ങനെ പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടി റൂമിൻ്റെ അകത്ത് ഇരുത്തരുത്, അവനെ ടോയ്ലറ്റിൽ പഠിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഓൾറെഡി ഹൈറ്റ് ഇത്തിരി കുറവാണ്, പക്ഷേ അവന് ഇരിക്കുന്നില്ല കേട്ടോ. എന്ത് ചെയ്തിട്ട് അവന് ഇരിക്കുന്നില്ല. എന്നാൽ ഈ ഒരു പോട്ടി ട്രെയിനിങ് റൂമിൽ വെച്ച് കഴിയുമ്പോഴേക്കും അവന് ഇരുന്ന് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ തന്നെ അപ്പി ഇടുന്നില്ല, പക്ഷേ അവൻ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വിചാരിച്ചാൽ അവൻ അതിൻ്റെ അകത്ത് പ്രാക്ടീസ് ആവട്ടെ, പെട്ടെന്ന് നമ്മൾ ഇതിനകത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് കാരണം അവൻ്റെ പേടി ആദ്യം ഒന്ന് മാറ്റണം. അവനത് ആ ഒരു പോട്ടി ട്രെയിനിങ്ങിൻ്റെ സാധനം, പോട്ടിക്കുള്ള യൂസ് ചെയ്യുന്ന സാധനം എന്തിനാണെന്ന് അവൻ ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് കയറി അവൻ യൂസ് ടു ആയിക്കഴിഞ്ഞാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് റൂമിൽ തന്നെ ഞാൻ വെച്ചേട്ടോ. അവൻ അതിനകത്ത് കംഫോർട്ടാണ്, അവൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ആയി കഴിഞ്ഞിട്ട് അവന് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോയി ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. ഓൾറെഡി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഞാൻ വലിയ കൺസേൺഡ് ആവാത്തത് കേട്ടോ. പിന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എടുത്തു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും എൻ്റെ ഗാലറി ഫുള്ളായിട്ടോ. ഇത് വെച്ച് പിന്നെ കട്ടായിപ്പോയി. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണതിൻ്റെയും കാര്യങ്ങളൊന്നും എടുക്കാനിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സിയാൻകുട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേഗം പോയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ, വേഗം തന്നെ. ഒരുപാടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെള്ള് മുഴുവൻ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ വീഡിയോ 4K-ലല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ, മെമ്മറി കാർഡൊക്കെ പെട്ടെന്ന് തീരുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അലമാര അടുക്കി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആൽബം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സിയാൻകുട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ പപ്പ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റിച്ച് അതെ ഇങ്ങനെ അവൻ തന്നെ എടുക്കും കേട്ടോ. ഇതെല്ലാം ഞാൻ അടുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അറിയാം അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് A to Z വരെ അവൻ തന്നെ ഇത് ചെയ്തോളൂ കേട്ടോ. എഴുതാനൊന്നും അറിയത്തില്ല, അവനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവനിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ തന്നെ. ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ പി കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവൻ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. സംസാരം ഭയങ്കരമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കാരണം ഇവൻ്റെ സിയാൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുകയാണ്. ഈ പറയുന്ന പോലെ ഫോണൊക്കെ ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് പിള്ളേരോട് യൂസ് ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ പിള്ളേരുടെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കണം. സിയാൻ്റെ ഒരു ഏജ് അതാണ്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ.